ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട് വെട്ടലാണ്. വീടിൻ്റെ മുറ്റത്തിന് താഴെ ലേശം കാടുണ്ട്, അപ്പോൾ അതൊന്ന് വെട്ടിത്തെളിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി മെഷീൻ എടുത്തിട്ടുണ്ട്. മെഷീനിൽ നമുക്ക് പെട്രോൾ ഒഴിച്ച് കാട് വെട്ടലാണ് ഇന്നത്തെ പരിപാടി. ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്താണ് ഇതിന് കപ്പാസിറ്റി ടാങ്ക് വരുന്നത്. ഒരു 1.5 മണിക്കൂറൊക്കെ ആണ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് അങ്ങനെ റഫ് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. അമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനു മുമ്പ് നമ്മൾ സേഫ്റ്റി ഗിയേഴ്സ് എന്തായാലും നമ്മൾ ഇട്ടിരിക്കണം. അപ്പോൾ ഇത് ഓണാക്കണേക്ക് മുമ്പ് ഇതിൽ പെട്രോൾ പമ്പ് ആവുണ്ടോ ഇല്ലയോ എന്നും കൂടി ചെക്ക് ചെയ്യണം ഓണാക്കണ സമയത്ത്. പിന്നെ നമ്മൾ കാലിൽ എപ്പോഴും ഗംബൂട്ട് ധരിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്ന് വരുന്ന കല്ലുകൾ അതിശക്തമായിട്ടാണ് വരിക. അത് വന്ന് അടിച്ച കാലിൻ്റെ എല്ല് വരെ ഒടിയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഗംബൂട്ട് ധരിക്കുക. ഗംബൂട്ടിൻ്റെ ഒപ്പം ഒരു മുണ്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലേക്ക് വരുന്നതിൻ്റെ ഒരു ഫോഴ്സ് കുറയ്ക്കാൻ മുണ്ടിനാണ് സാധിക്കുക. വേറെ എന്ത് ഡ്രസ്സ് കൊടുത്താലും അതിന് അത്രയും പവർ കിട്ടില്ല. പാൻറ് കൊടുത്താലും മാക്സിമം നല്ല ലൂസായിട്ടുള്ള പാൻറ് ഇടാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയുടെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗംബൂട്ട് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, അതെപ്പോഴും തുറന്നു വെക്കുക. കാരണം തലേദിവസം വെച്ച ഗംബൂട്ടിൻ്റെ ഉള്ളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കാൻ ചാൻസസ് വളരെ അധികമാണ്. അതുകൊണ്ട് ഗംബൂട്ട് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് വേണം ഇടാൻ. ഒറ്റയടിക്കൊന്നും ഇത് ഓണാവില്ല. കുറേ വട്ടം നമ്മൾ അടിച്ചാലാണ് ഇത് ഓണാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഓണായിട്ടുണ്ട്. നമുക്ക് ഗിയർ ധരിക്കാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഗിയർ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ ഗിയർ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം. അങ്ങനെ ഞാനിപ്പോൾ ഗിയർ എടുത്ത് വന്നിട്ടുണ്ട്. ഗിയർ ഇട്ട് നോക്കുകയാണ്. ഇത് എപ്പോഴും നമ്മൾ തൂക്കിയിടുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കണം. അപ്പോഴാണ് നമുക്കത് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു വശം കിട്ടുക. ഞാൻ നേരത്തെ കുറേ വട്ടം വെട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വെട്ടാൻ നേരത്തെ എനിക്ക് ഇടാൻ ഏത് സൈഡാണ് വരുന്നതെന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. അത് കുറേ നാളിട്ട് ശീലിച്ചാൽ തന്നെയാണ് അത് കിട്ടുകയുള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിരിച്ചിട്ട് ലാസ്റ്റാണ് ശരിയായിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ മെഷീൻ അങ്ങോട്ട് ഓണാക്കി അടി അങ്ങോട്ട് തുടങ്ങി. ഫസ്റ്റ് അടിയിൽ തന്നെ സംഭവം ഓണായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങല്ലേ. helmet